Hello, welcome back to Learnino. അപ്പോൾ ഇന്ന് നമ്മൾ KTU BTech 2019 സ്കീം നമ്മൾ ഫസ്റ്റ് ഇയറിലെ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയുള്ള റിവിഷൻ സീരീസിൽ നമ്മൾ ഇന്ന് ബേസിക് ഇലക്ട്രോണിക്സിലെ മോഡ്യൂൾ 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള റിവിഷൻ സീരീസ് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീഡിയോസും കണ്ടു പഠിക്കുക. അപ്പോൾ ബേസിക് ഇലക്ട്രോണിക്സിൽ നമുക്കറിയാം ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് സബ്ജക്റ്റ്. അപ്പോൾ അതിൽ ബേസിക് ഇലക്ട്രോണിക്സ് മോഡ്യൂൾ 4, 5 ആൻഡ് 6 ആണ് വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്, പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ. നമ്മുടെ റിവിഷൻ സീരീസ് നന്നായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഫസ്റ്റ് ഇയറിൽ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക, സപ്ലിയിലേക്ക് പോവാതെ നന്നായിട്ട് തന്നെ എല്ലാവരും എക്സാം എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാം മോഡ്യൂൾ 4ൽ നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളതെന്ന്. മോഡ്യൂൾ 4 ബേസിക്കലി എന്താണ്, സെമി കണ്ടക്ടർ ഡിവൈസസിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. വിച്ച് മീൻസ് നമുക്ക് ഫസ്റ്റ് തന്നെ എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് ഉണ്ട്, അത് ഫണ്ടമെന്റൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ. പ്രത്യേകം ശ്രദ്ധിക്കുക, റെസിസ്റ്ററിന്റെ ടൈപ്സ്, കപ്പാസിറ്ററിന്റെ ടൈപ്സ്, ഇൻഡക്ടറിന്റെ ടൈപ്സ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ അതിന്റെ കളർ കോഡിംഗ്, ദാറ്റ് മീൻസ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. മിക്കവാറും പാർട്ട് എയിലാണ് ആ ചോദ്യം കണ്ടുവരാറുള്ളത്. ഓക്കെ, അപ്പൊ അത് സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. അതിൽ ഇൻട്രൻസിക്, എക്സ്ട്രൻസിക്, പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, VI ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ അതിൽ വരുന്ന അവലാഞ്ചി ബ്രേക്ക് ഡൗൺ, സെനർ ബ്രേക്ക് ഡൗൺ. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ BJT ആണ്. BJTയുടെ സ്ട്രക്ചർ, പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, പിന്നെ അതേപോലെ തന്നെ അതിന്റെ കറന്റ് ഗെയിൻ, ക്യാരക്ടറിസ്റ്റിക്സ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇതില് നമ്മൾ ഏത് ഭാഗത്തു നിന്നാ ക്വസ്റ്റ്യൻ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഓക്കെ, അപ്പൊ അത് സ്കിപ്പ് ചെയ്യരുത്. പിന്നെ അതേപോലെ നമ്മുടെ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് വരും. അതിന്റെ ഓറായിട്ടാണ് ചിലപ്പോൾ പാർട്ട് ബിയിൽ നമുക്ക് BJT വരുന്നത്. അപ്പൊ ആ ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് പഠിച്ചു എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിന്ന് എന്തായാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇനി അതിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഓരോ പാർട്ടിലും നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പാർട്ട് എയിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ പാർട്ട് എ നമുക്കറിയാം, പാർട്ട് എയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ആൻസർ ചെയ്യണം. അതിൽ ഓരോ ക്വസ്റ്റ്യനും 4 മാർക്കാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും നമുക്ക് സിമ്പിൾ ആയിരിക്കും. അപ്പൊ സിമ്പിൾ ആണ് നമുക്ക് അറിയാമെന്ന് പറഞ്ഞ് ഒരുപാട് വാരി വലിച്ച് എഴുതിയിട്ട് ഒരു കാര്യമില്ല. അതിന് 4 മാർക്ക് എന്ന് പറഞ്ഞാൽ 4 മാർക്കല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് നോക്കി നമ്മൾ ടൈം മാനേജ് ചെയ്ത് തന്നെ ആൻസർ എഴുതണം. നമുക്ക് അറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞ് ഒരുപാട്, ഇപ്പൊ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ക്യാര മാത്രം ചോദിച്ചാൽ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ എല്ലാ കഥയും അവിടെ എഴുതണ്ട. കാരണം അങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ബിയിൽ കൂടുതൽ മാർക്കുള്ള ഏരിയ നമുക്ക് അധികം എഴുതാൻ സമയം കിട്ടാതെ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണോ ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം എഴുതുക, അതിന്റെ മാർക്ക് ശ്രദ്ധിക്കുക. അതാണ് പാർട്ട് എയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് പൊതുവേ സിമ്പിൾ ആയിരിക്കും, നമുക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ ഈ മോഡ്യൂൾ 4ൽ പാർട്ട് എയിൽ ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാ നോക്കാം. അല്ല, ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ ദ സിംബൽ ഓഫ് റെസിസ്റ്റർ ആൻഡ് എക്സ്പ്ലെയിൻ എനി 3 സ്പെസിഫിക്കേഷൻസ്. ഓക്കെ, ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോ അതിൽ ഫസ്റ്റ് എന്താണ്, സിംബൽ വരയ്ക്കുക. അപ്പൊ ഇതേപോലെ നമുക്ക് കപ്പാസിറ്ററിന്റെ ഇൻഡക്ടറിന്റെ ഒക്കെ ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ അതേപോലെ തന്നെ റെസിസ്റ്ററിന്റെ സ്പെസിഫിക്കേഷൻസ്, റെസിസ്റ്റൻസ് വാല്യൂ, ടോളറൻസ്, പവർ റേറ്റിംഗ്. അപ്പൊ ആൻസർ എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടത്, അത് നമ്മൾ നമ്പർ ഇട്ട് തന്നെ എഴുതാം. അത് മാക്സിമം നമുക്ക് എന്താണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്, നമ്മൾ ആൻസർ പ്രസന്റ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് നമ്പർ ഇട്ട് എഴുതുക. അതിനുശേഷം ഏറ്റവും ബ്രീഫ് ആയിട്ട് ഓരോന്നും പോയിന്റ് എടുത്ത് എഴുതുക. അതിൽ നമ്മൾ റെസിസ്റ്റൻസ് വാല്യൂനെ കുറിച്ച് എഴുതുമ്പോൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക, ടോളറൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, പവർ റേറ്റിംഗ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, സുഖമായിട്ട് മാർക്ക് ഇതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ എനി 3 സ്പെസിഫിക്കേഷനെ പറഞ്ഞിട്ടുള്ളൂ. അതിലല്ലാതെ പിന്നെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ, വോൾട്ടേജ് കോഎഫിഷ്യന്റിന്റെ, ഹൈ ഫ്രീക്വൻസി പെർഫോമൻസ്, നോയ്സ് ഫിഗർ, സ്റ്റെബിലിറ്റി, സൈസ്, ഷേപ്പ്, ലിങ്ക്സ്, ഇതെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം പഠിച്ചു വെക്കുക. ഇപ്പൊ 3 അല്ല ഒരു പ്രാവശ്യം 5 ചോദിക്കണ വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 എണ്ണം, ഒരു 5 എണ്ണെങ്കിലും പഠിച്ചിട്ട് പോവാ. അപ്പൊ 3 തന്നെ ചോദിക്കണമെന്നില്ല, നെക്സ്റ്റ് ടൈം 5 ആണ് ചോദിക്കണമെങ്കിലോ അപ്പൊ ഒരു 5 എണ്ണെങ്കിലും അതിൽ പഠിച്ചിട്ട് പോവാ. കൃത്യമായി ഞാൻ പറഞ്ഞ പോലെ പോയിന്റ് ചെയ്തിട്ട് തന്നെ അത് ഇടണം. കുറെ essay പോലെ എഴുതരുത്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം അണ്ടർലൈൻ ചെയ്തിട്ടും പോയിന്റ് ഔട്ട് ചെയ്തിട്ടും ആൻസർ എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോഴേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. നമ്മൾ എഴുതിയ കാര്യം ശരിയാണെങ്കിലും നമുക്ക് ഫുൾ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം.
അടുത്ത ചോദ്യം ഒരു പ്രോബ്ലം ആണ്. ഫോർ എൻ NPN ട്രാൻസിസ്റ്റർ ആൽഫ തന്നിട്ടുണ്ട്, IB തന്നിട്ടുണ്ട്, ഫൈൻഡ് IE ആൻഡ് IC. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ അതിലെ ഇക്വേഷൻസ് എല്ലാം പ്രത്യേകിച്ച് BJTയുടെ പാർട്ടിലുള്ള എല്ലാ ഇക്വേഷൻസും നന്നായി മനസ്സിലാക്കിയിട്ട് പോവുക. ആൽഫ നമുക്കറിയാം ഗെയിൻ ആണ്, ആൽഫ ഇസിക്കൽ ടു IC/IE, അതുപോലെ ബീറ്റ ഇസിക്കൽ ടു IC/IB. അതുപോലെ തന്നെ ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ ബീറ്റ ഇസിക്കൽ ടു α/1 മൈനസ് ആൽഫ എന്നുള്ള റിലേഷൻസ് ഒക്കെ അറിയാം. അതേപോലെ തന്നെ ട്രാൻസിസ്റ്ററിന്റെ കറൻസ് തമ്മിൽ IE is equal to IB plus IC, IC equal to beta IB, IB is equal to 1 plus beta IB. ഈ റിലേഷൻസ് ഒക്കെ അറിഞ്ഞാൽ ഈ പാർട്ടിൽ നിന്നുള്ള ഏത് ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഈ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ആൽഫിയ തന്നിരിക്കണം, അതിന് സുഖമായിട്ട് നമുക്ക് ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ദെൻ ഐയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഐയുടെയും അതേപോലെ തന്നെ IC ഇസിക്കൽ ബീറ്റ IB വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ICയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളെ യൂണിറ്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. മില്ലി ആംപിയറിലാണോ മൈക്രോയിലാണോ ഏതിലാണോ വാല്യൂ വരുന്നത് എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ആൻസർ എഴുതാം. ലാസ്റ്റ് ആൻസർ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു ബോക്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തു തെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ വെട്ടി അത് എഴുതി നമ്മുടെ ആൻസർ കാണാത്ത രീതിയിലാക്കരുത്. ഡൗട്ട് ഉള്ള കാൽക്കുലേഷൻസ് സൈഡിൽ ചെയ്തിട്ട് കറക്റ്റ് ആൻസർ മാത്രം നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യം, ഫൈൻഡ് ദ കപ്പാസിറ്റൻസ് വാല്യൂ ഓഫ് ഫോളോയിങ് കോഡ്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞത് റെസിസ്റ്ററിന്റെ കളർ കോഡിങ്ങും അതേപോലെ തന്നെ കോഡിങ്ങും ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും ചോദിക്കും. അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. നമ്മളുടെ മെയിൻ കോഴ്സിൽ നമ്മൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ 2 and 2 അതുപോലെ തന്നെ 104K ആണ്. അപ്പൊ അത് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇപ്പൊ 3 ലെറ്റർ കോഡിലാണെന്നുണ്ടെങ്കിൽ 2 വാല്യൂ ഡിജിറ്റ്സും 1 മൾട്ടിപ്ലയറും ആണ്. അപ്പൊ അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് ചെയ്യുക. ടോളറൻസ് കോഡ് നന്നായിട്ട് പഠിച്ചു വെക്കുക, എന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി കാരിയേഴ്സ് ഇൻ സെമി കണ്ടക്ടർ. ഇതും അഗൈൻ പാർട്ട് എയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ N ടൈപ്പിലാണെങ്കിലും P ടൈപ്പിലാണെങ്കിലും നമുക്ക് എങ്ങനെയാണ് ഈ മെജോറിറ്റി കാരിയേഴ്സ് വരുന്നത്, എന്തുകൊണ്ടാണ് മൈനോറിറ്റി കാരിയേഴ്സ് വരുന്നത് എന്നുള്ളത് നീറ്റ് ആയിട്ട് എഴുതാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഏതൊക്കെ ചോദ്യത്തിൽ ഫിഗർ വരയ്ക്കാൻ പറ്റുമോ ആ ചോദ്യങ്ങളൊന്നും നിങ്ങൾ ഫിഗർ വരയ്ക്കാൻ വിട്ടുപോകരുത്. കാരണം ഫിഗേഴ്സിന് അത്രയും അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ. അപ്പൊ നമ്മൾ കാരണം ആ ഫിഗർ വെച്ച് പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കോൺസെപ്റ്റ് നന്നായിട്ട് അറിയാം എന്നുള്ളത് മാർക്ക് ഇടുന്ന ആൾക്ക് മനസ്സിലാവും. നമ്മൾ വെറുതെ കുറെ വാരി വലിച്ച് എഴുതിയിട്ട് കാര്യമില്ല. അപ്പൊ ഫിഗർ നോക്കൂ, ഇവിടെ N ടൈപ്പ് സെമി കണ്ടക്ടർ ഞാൻ വരച്ചു, P ടൈപ്പ് വരച്ചു, അതിൽ മൈനോറിറ്റി കാരിയർ ഏതാണ്, മെജോറിറ്റി കാരിയർ ഏതാണ് അത് എഴുതി. അതേപോലെ P ടൈപ്പിൽ മെജോറിറ്റി കാരിയർ ഏതാണ്, മൈനോറിറ്റി കാരിയർ ഇലക്ട്രോൺസ് ആണ്. P ടൈപ്പിലാണെങ്കിൽ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. സി, ഈ ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ തന്നെ എന്താ അതിനുള്ള ഉത്തരമായി അല്ലെ, ഏതാണ് സെമി കണ്ടക്ടറിൽ ഇങ്ങനെ 2 ടൈപ്പ് ഉണ്ട്, അതിനകത്ത് ഇതാണ് മെജോറിറ്റി മൈനോറിറ്റി എന്നുള്ള ആ ഫിഗറിൽ തന്നെ മനസ്സിലായി. പിന്നെ നമുക്ക് ഒരു 2 സെന്റൻസും കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്തായി, ഫുൾ മാർക്ക് കിട്ടും. നമുക്ക് ഇവിടെ മാർക്ക് കളയാൻ ഒരു കാര്യം വരുന്നില്ല, ഫുൾ മാർക്ക് കിട്ടും. ഫിഗർ വരയ്ക്കുന്നതിന് പകരം നമ്മൾ ഒരു എസ്സേ ഒരു പേജ് ഫുള്ള് മെജോറിറ്റി കാരിയർ മൈനോറിറ്റി കാരിയർ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുനിന്ന് ഇത് വാല്യൂ ചെയ്യുന്ന ആൾ കണ്ടു നോക്കണം ഇത് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താണ് ഫിഗർ വരച്ച് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ടിപ്സ് ആണ് കേട്ടോ, മാർക്ക് സ്കോർ ചെയ്യാനുള്ള ടിപ്സ് ആണ്. ഇനി അടുത്ത again ഒരു question ആണ്. അത് in a 4 band resistor the last color in the color band is gold if the upper range of resistance is 3.465 ohm. Find its color code. See here, ഇവിടെ നമുക്ക് കളർ കോഡ് ആണ്. നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻ വരാം. ഒന്നില്ലെങ്കിൽ നമുക്ക് കളർ കോഡ് തന്നിട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ വരാം, അല്ലെങ്കിൽ വാല്യൂ തന്നിട്ട് അതിന്റെ കളർ കോഡ് എഴുതാനും പറയാം. അപ്പൊ എങ്ങനെ ചോദ്യം ചോദിച്ചാലും റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും കൃത്യമായി ആ കോഡിങ് പഠിച്ചു വെക്കുക. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അത് കാണുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് നിങ്ങൾ ബുക്ക് നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മളോടും വേണമെങ്കിൽ ചോദിക്കാം. നമ്മളത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മളെ കോഴ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ മനസ്സിലാക്കി പഠിക്കുക എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഇതിന്റെ PYQ സീരീസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അത് ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ PYQ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അടുത്തൊരു ചോദ്യം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അവലാഞ്ചി ആൻഡ് സെന ബ്രേക്ക് ഡൗൺ ആണ്. സോ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ എന്താണ്, സെന ബ്രേക്ക് ഡൗൺ എന്താണ്, എന്താ ചെയ്യേണ്ടത്?
ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ കമ്പയർ എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ടേബിൾ വരച്ചിട്ട് തന്നെ എഴുതാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ടേബിൾ വരച്ചത് എഴുതി കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് പോയിന്റ്സ് എഴുതാൻ പറ്റും, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പൊ അതൊക്കെ നമ്മൾ അതുപോലെ എൻ ടൈപ്പ്, പി ടൈപ്പ്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സിൽ BJT ഇൻപുട്ട് ക്യാര, ഔട്ട്പുട്ട് ക്യാര, അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, here what are the different types of capacitor? Find the value of capacitor coded as 103. Again ഈ പറഞ്ഞ കോഡിംഗ് എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ. അപ്പൊ ഈ ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ പോലെ തന്നെ ടൈപ്പ് ഓഫ് റെസിസ്റ്റർ ചോദിക്കാം, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഇൻഡക്ടർ ചോദിക്കാം. അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ ഏതൊക്കെ ടൈപ്പ് ഓഫ് വേരിയബിൾ, ഫിക്സഡ്, പോളാർ, നോൺ പോളാർ, അതിനുശേഷം അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതുകയും ചെയ്യാം. ഓക്കെ, ഫിക്സഡ് ആൻഡ് വേരിയബിൾ കപ്പാസിറ്റർ, പോളാർ ആൻഡ് നോൺ പോളാർ പറഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് കൂടെ ഇരിക്കണമെങ്കിൽ അതും മാർക്ക് സ്കോർ ചെയ്യാം. ക്ലിയർ ആയോ? ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്കെച്ച് ദ എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ. അപ്പൊ ഈ ചോദ്യം വരുമ്പോ തന്നെ സ്കെച്ച് എന്നവിടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നെ വരയ്ക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല. നീറ്റ് ആയിട്ട് വരയ്ക്കുക, എല്ലാ പോയിന്റ്സും കറക്റ്റ് ആയിട്ട് അതിനകത്ത് എഴുതുക, മാർക്ക് ചെയ്യുക. ഇൻസുലേറ്റർ എന്താണ്, സെമി കണ്ടക്ടർ എന്താണ്, കണ്ടക്ടർ എന്താണെന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം എഴുതുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ട് എയിൽ ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് സമയം അതിൽ കളയരുത്. ഒരു എസ്സേ പോലെ എഴുതി നമ്മൾ സമയം കളയരുത്. വേണ്ട കാര്യങ്ങൾ മാത്രം നീറ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ പാർട്ട് ബിയിലേക്ക് പോവാണ്. അപ്പൊ പാർട്ട് ബിയിൽ നമുക്കറിയാം ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഫുൾ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതണം. പ്രത്യേകം ശ്രദ്ധിക്കുക, പലപ്പോഴും ചിലരൊക്കെ ചെയ്യുന്ന ഒരെണ്ണത്തിൽ നിന്ന് മറ്റേന്ന് ഒരു ആൻസർ, ഇതിന്ന് ഒരു ആൻസർ, നമുക്ക് അതാണ് അറിയാന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ എഴുതരുത്. വൺ ഫുൾ ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് മോഡ്യൂൾ. അപ്പൊ അത് കൃത്യമായി തന്നെ അങ്ങനെ തന്നെ ആൻസർ ചെയ്യല. അത് വെറുതെ നമ്മൾ സമയം കളഞ്ഞ് എഴുതിയിട്ട് കാര്യമില്ല. അങ്ങനെ എഴുതിയാൽ തന്നെ അതിനകത്ത് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും നമുക്കറിയാം 10 മാർക്സ് ആയിരിക്കും. അത് ചിലപ്പോൾ 10 മാർക്കിന്റെ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 5-5 ആയിട്ടോ അല്ലെങ്കിൽ 7-3 ആയിട്ടോ 6-4 ആയിട്ടോ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാ നോക്കാം. അല്ലെങ്കിൽ കുറെ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് സുഖമായിട്ട് മാർക്ക് വാങ്ങിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്ലെയിൻ ദ നെസസറി ഡയഗ്രാം, ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് NPN ട്രാൻസിസ്റ്റർ. അപ്പൊ NPN ട്രാൻസിസ്റ്ററിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ വിത്ത് ഡയഗ്രാം ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 5 മാർക്കാണ് കേട്ടോ. അപ്പൊ ഡയഗ്രാം തന്നെ നീറ്റ് ആയിട്ട് വരച്ചാൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ കറക്റ്റ് ആയിട്ട് എഴുതുക. NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും പ്രത്യേകം തന്നെ പഠിക്കുക. അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അടുത്ത ഡിസ്ക്രൈബ് ദ കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റർ വിത്ത് എക്സാമ്പിൾ. കളർ കോഡിംഗ്, അപ്പൊ നമ്മൾ ആ ഒരു റെസിസ്റ്ററിന്റെ ഫിഗർ വരച്ചിട്ട് അതിന്റെ ഓരോ കോഡും ഓരോ റിങ്ങും എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് അതിനൊരു എക്സാമ്പിളും കൂടെ എഴുതണം. അത് 5 മാർക്ക്. അപ്പോൾ കളർ കോഡിംഗ് പഠിക്കുന്ന കാര്യത്തിൽ ഒരു ഇതുമില്ല, എന്തായാലും പഠിക്കണം, കാരണം അതിന് മാർക്ക് കിട്ടും. അതിന്റെ ഓറിൽ വരുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനാണ്. പിന്നെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ. അതായത് എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് നമ്മൾ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടറും അതേപോലെ തന്നെ PN ജംഗ്ഷൻ ഡയോഡും പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഹാഫ് സുഖമായിട്ട് ആൻസർ ചെയ്യാം. അതിനൊക്കെ സെക്കൻഡ് ഹാഫിലായിരിക്കും BJT വരിക. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നോക്കിയാൽ മതി. അടുത്ത സെറ്റിൽ നോക്കൂ, ഇത് വേറെ ഇയറിൽ ചോദിച്ചതാണ്. എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ബാരിയർ ഇൻ PN ജംഗ്ഷൻ ഡയോഡ്, 5 മാർക്ക്. ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡ് അണ്ടർ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയസ്. എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് ആൻസർ എഴുതണം. PN ജംഗ്ഷൻ ഡയോഡിന്റെ പൊട്ടൻഷ്യൽ ബാരിയർ എങ്ങനെ ഫോം ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ച് മാത്രം എഴുതുക. ഓക്കെ, അല്ലാതെ കുറെ കഥ എഴുതരുത്. അടുത്തത് VI ക്യാരക്ടറിസ്റ്റിക്സ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ഇതിലൊക്കെ തന്നെ ഫിഗർ വരച്ച് തന്നെ ആൻസർ എഴുതണം. ഫിഗർ വരയ്ക്കാതെ നമ്മൾ ഒരു ആൻസർ എഴുതിയിട്ട് കാര്യമില്ല. അതിന്റെ ഓർ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിങ്ങും അതേപോലെ തന്നെ DC കറന്റ് ഗെയിൻ. അതൊരു പ്രോബ്ലം ആണ്. DC കറന്റ് ഗെയിൻ ഓഫ് ട്രാൻസിസ്റ്റർ തന്നിട്ട് അതിന്റെ ഫൈൻഡ് ഇറ്റ്സ് DC കറന്റ് ഗെയിൻ ഓഫ് കോമൺ ബേസ് കോൺഫിഗറേഷന്റെ, കോമൺ എമിറ്ററിന്റെ തന്നിട്ട് കോമൺ ബേസിന്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ നേരത്തെ ഫോർമുല പറഞ്ഞല്ലോ, അത് വെച്ച് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിൽ ഒരു പക്ഷേ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ എന്നൊരു ക്വസ്റ്റ്യനും PN ജംഗ്ഷൻ എന്നൊരു ക്വസ്റ്റ്യനും ആയിരിക്കും. സെക്കൻഡ് ഹാഫിൽ ട്രാൻസിസ്റ്റർ ആയിരിക്കും. ഓക്കെ, അടുത്തൊരു സെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡക്ടർ, അതിൽ 2 ആപ്ലിക്കേഷൻ എഴുതാൻ പറഞ്ഞിട്ട് പിന്നെ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡ്. കണ്ടില്ലേ, അതിനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുക VI ക്യാര. സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് റിലേഷൻ ബിറ്റ്വീൻ കോമൺ ബേസ് കറന്റ് ഗെയിനും കോമൺ എമിറ്റർ കറന്റ് ഗെയിനും പിന്നെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ ട്രാൻസിസ്റ്ററിന്റെ ഭാഗം നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് എങ്കിലും നീറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ട്രാൻസിസ്റ്റർ പഠിക്കേണ്ടത് ഞാൻ പറയുന്നില്ല, കാരണം അതും ഈസിയാണ് പഠിക്കാൻ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
അടുത്ത സെറ്റിൽ നോക്കൂ, give the specific resistor specification. അത് നമ്മൾ നേരത്തെ പാർട്ട് എയിൽ പറഞ്ഞതാണ്. പിന്നെ കളർ ബാൻഡ് തന്നിട്ടുണ്ട്. What are the minimum and maximum resistance value expected? പിന്നെ ഡയോഡിന്റെ വർക്കിംഗ് അണ്ടർ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ 5 മാർക്കിന്. അതിന്റെ ഓറിൽ വന്നിരിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അവലാഞ്ച് ആൻഡ് സെന്റർ ബ്രേക്ക് ഡൗണും വർക്കിംഗ് ഓഫ് NPN ട്രാൻസിസ്റ്റർ. ഓക്കെ, അപ്പൊ നോക്കൂ ഏതൊക്കെ ചോദ്യം വരാന്നപ്പോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ ഈ ബേസിക് ഇലക്ട്രോണിക്സിലൊക്കെ. ഇനി ഒരു സെറ്റ് കൂടെ നോക്കാം. What are the specification of resistor? Define any three. What do you understand by depletion region? First part. Second part, describe the color coding of resistor. Then explain VI of diode with the relevant sketches. ഓക്കെ, അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ 5 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. അപ്പൊ ഈ പാറ്റേണിൽ പഠിച്ചു പോയാൽ മതി. നമ്മുടെ PYQ സീരീസ്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സീരീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കാണാം. ഇനി നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്, കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് പഠിക്കാം. റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇനി ഈ നമ്മുടെ ഈ ഒരു റിവിഷൻ സീരീസ് പഠിച്ചാലും നിങ്ങൾക്ക് ഏകദേശം എങ്ങനെ നന്നായിട്ട് ആൻസർ ചെയ്യണം എന്നുള്ളത് അറിയാം. ഓക്കെ, അപ്പോൾ ഈ റിവിഷൻ സീരീസ് ഫുൾ ആയിട്ട് കാണാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. താങ്ക് യു.